എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 8 ഇന്ന് ആരംഭിക്കുന്നു. ഈ 8ാമത്തെ അധ്യായത്തില് രോഹിതന്റെ വംശത്തിൽ ജനിച്ച, അതായത് ഹരിശ്ചന്ദ്രന്റെ പുത്രനായിട്ടുള്ള രോഹിതന്റെ പുത്രനാണ് ഹാരിതൻ. ആ വംശത്തിൽ ജനിച്ച സഗര മഹാരാജാവിന്റെ ചരിത്രത്തിനെ പറ്റിയിട്ടാണ് ഈ 8ാമത്തെ അധ്യായത്തില് വിവരിക്കുന്നത്. രോഹിതന്റെ പുത്രൻ ഹാരിതൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ചമ്പൻ, അങ്ങനെ പോകുന്നു ആ ചരിത്രം. അഥ ശ്രീമദ്ഭാഗവത നവമസ്കന്ധ അഷ്ടമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാം വരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം വിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഹരിതോ രോഹിതസുത ചമ്പത്തസ്മാൽ വിനിർമ്മിത. ചമ്പാപുരീ സുദേവോതോ വിജയോ യസ്യ ചാത്മജ. രോഹിതസുത, രോഹിതന്റെ പുത്രൻ. വിനിർമ്മിത, വിശേഷമായി നിർമ്മിക്കപ്പെട്ട. യസ്യ, യാതൊരുവന്റെ. ആത്മജ, പുത്രൻ. ശ്രീ സുഖബ്രഹ്മർഷി പറയാണ്, രോഹിതന്റെ വംശത്തിൽ ജനിച്ച ആ സഗര മഹാരാജാവിന്റെ ചരിത്രം ഞാൻ പറയാം, കേട്ടോളൂ. രോഹിതന്റെ പുത്രൻ ഹരിതൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ചമ്പൻ. ചമ്പൻ നിർമ്മിച്ചതാണ് ചമ്പാപുരി. ചമ്പന്റെ പുത്രൻ സുദേവൻ, സുദേവന്റെ പുത്രൻ വിജയൻ. ഭരുഗസ്തൽസുതസ്തസ്മാൽ വൃഗസ്തസ്യാപി ബാഹുക. സോരിഭിർഹൃതഭൂരാജ സഭാര്യോ വനമാവിശൽ. അരിഭി, ശത്രുക്കളാൽ. ഹൃതഭൂ, ഹരിക്കപ്പെട്ട ഭൂമിയോടുകൂടിയ. സ രാജ, ആ രാജാവ്. സഭാര്യ, ഭാര്യാസമേതനായി. വനം ആവിശൽ, വനത്തെ പ്രവേശിച്ചു. വിജയന്റെ പുത്രൻ ഭരുകൻ, അദ്ദേഹത്തിന്റെ പുത്രൻ വൃഗൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ബാഹുകൻ. ആ ബാഹുകന്റെ രാജ്യത്തെ ശത്രുക്കള് ആക്രമിച്ച് നശിപ്പിച്ചു. അങ്ങനെ അവരെ അപഹരിച്ചു, ശത്രുക്കളെ അപഹരിച്ചു ബാഹുകന്റെ രാജ്യത്തെ. ആ രാജാവ് അപ്പോ ഭാര്യാസമേതനായിട്ട് കൊട്ടാരം വിട്ട് പോയി വനത്തില് പ്രവേശിച്ചു. വൃദ്ധം തം പഞ്ചതാം പ്രാപ്തം മഹിഷ്യനുമരിഷ്യതി. ഔർവേണ ജാനതാത്മാനം പ്രജാവന്തം നിവാരിത. വൃദ്ധം പഞ്ചതാം പ്രാപ്തം, വൃദ്ധനും മരിച്ചവനുമായ. തം, അനു, അദ്ദേഹത്തോടുകൂടി. മഹിഷി, മരിഷ്യതി, ഭാര്യ മരിക്കാൻ ഒരുങ്ങി. ആത്മാനം, അവളുടെ ശരീരത്തെ. പ്രജാവന്തം, പ്രജയോടുകൂടിയതായിട്ട്. ജാനത ഔർവേണ, അറിയുന്ന. ഔർവനാൽ നിവാരിതയായി. അപ്പോ വൃദ്ധനായിട്ടുള്ള ആ ബാഹുകൻ കാട്ടിൽ വെച്ച് മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രി, ഭർത്താവ് മരിച്ചുല്ലോ, ഭർത്താവിനോടുകൂടി തന്നെ ഇനി എന്തിനാ ജീവിച്ചിരിക്കണേ എന്ന് വെച്ചിട്ട് ഭർത്താവിനോടുകൂടി മരിക്കാനായിട്ട് ഒരുങ്ങി. അപ്പൊ ആ രാജ്ഞി ഗർഭിണിയായിരുന്നു. അതറിഞ്ഞ ഔർവൻ എന്നു പേരായിട്ടുള്ള ഋഷി, മരിക്കരുത്, സന്താനം ഉള്ളിലുള്ളതല്ലേ, അതുകൊണ്ട് മരിക്കരുത് എന്ന് ആ രാജ്ഞിയോട് പറഞ്ഞു. ആജ്ഞായാസ്യൈ സപത്നീഭിർ ഗരോദത്തോന്ധസാ സഹ തേനൈവ സഞ്ജാത സഗരാഖ്യോ മഹായശാഃ. ആജ്ഞായ, അറിഞ്ഞിട്ട്. അസ്യൈ, ഇവൾക്കായിക്കൊണ്ട്. സപത്നീഭി, സപത്നികളാൽ. അന്ധസാ സഹ, അന്നത്തോടുകൂടി.
ഗരാദത്ത വിഷം ദാനം ചെയ്യപ്പെട്ടു. തേനയേവ സഹ അതോടുകൂടി തന്നെ സംജാത ജനിച്ച മഹായശാഹ മഹാകീർത്തിമാൻ സഗരാഖ്യ സഗരൻ എന്നു പേരോടുകൂടിയവനാകുന്നു. ഈ രാജ്ഞി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ സപത്നികള് എല്ലാവർക്കും അസൂയ വന്നിട്ട് സപത്നികളെല്ലാവരും കൂടി ഈ രാജ്ഞിക്ക് അന്നത്തോടു കൂടി ഭക്ഷണത്തിന്റെ കൂടെ വിഷം കൊടുത്തു. അറിയാതെ ആ വിഷം കഴിച്ചു. പക്ഷേ ആ വിഷത്തോടു കൂടി തന്നെ ജനിച്ച മഹാകീർത്തിമാനായ രാജാവാണ് സഗരൻ. അതായത് ഗരം എന്ന് പറഞ്ഞാൽ വിഷം. അപ്പൊ ഗരത്തോടു കൂടി ജനിച്ചത് കൊണ്ട് സഗരൻ എന്ന് നാമം. മരിച്ചില്ല. അങ്ങനെ ആ വിഷത്തോടു കൂടി തന്നെ ജനിച്ചു. ആ മുനിമാരൊക്കെ അനുഗ്രഹിച്ചതല്ലേ, അതുകൊണ്ട് മരിച്ചില്ല ആ ഉണ്ണി. സഗരശ്ചക്രവർത്തിയാസിൽ സാഗരോ യൽസുദൈകൃത യസ്താലജൻഘാൻ യവനാൻ ശകാൻ ഹൈഹയബർബരാൻ നാവധിൽ ഗുരുവാക്യേന ചക്രേ വികൃതവേഷിണ. ആസീത് ഭവിച്ചു യൽ സുദേഹി യാതൊരുവന്റെ സുതന്മാരാൽ സാഗര സമുദ്രം കൃത ഉണ്ടാക്കപ്പെട്ടു. ഗുരുവാക്യേന ഗുരുവിന്റെ വാക്യത്താൽ അവധിയിൽ വധിച്ചില്ല. വികൃതവേഷണ വികൃതമായ വേഷത്തോടു കൂടിയവരായിട്ട് ചക്രേ ചെയ്തു. സഗരൻ പിന്നെ ചക്രവർത്തിയായിട്ട് ഭവിക്കുകയാണ്. അങ്ങനെ ആ സഗരപുത്രന്മാരാണ് സമുദ്രത്തെ ഉണ്ടാക്കിയത്. സാഗരം എന്ന് പേര് വന്നത് അതുകൊണ്ടാണ്. സഗരപുത്രന്മാരാണ് സമുദ്രം ഉണ്ടാക്കിയത്. സഗരൻ തന്റെ ഗുരുവായ ഔർവ മഹർഷിയുടെ വാക്ക് കേട്ടിട്ട് താലജംഘന്മാരെന്നു പേരായ ക്ഷത്രിയന്മാരെയും യവനന്മാരെന്നു പേരപ്പെടുന്ന മ്ലേച്ഛന്മാരെയും ശകന്മാര് അതായത് ഹൈഹയന്മാര് ബർബരന്മാർ എന്നിവരെയും വധിക്കാതെ വിരൂപന്മാരാക്കി വിട്ടു. അവരൊക്കെ ശത്രുക്കളായിരുന്നു. അവരെയൊക്കെ വധിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു സഗരൻ. പക്ഷെ ഔർവ മഹർഷി പറഞ്ഞു അവരൊന്നും വധിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിരൂപന്മാരാക്കി വിട്ടു. മുണ്ടാൻ ശ്മശ്രുധരാൻ കാശ്ചിൽ മുക്തകേശാർദ്ധമുണ്ടിതാൻ അനന്തർവാസസക്കാംശ്ചിതബഹിർവാസസോപരാൻ. മുണ്ടാൻ തലമുട്ടയടിച്ചവരായിട്ടും ശ്മശ്രുധരാൻ മുഖരോമങ്ങളെ ധരിക്കുന്നവരായിട്ടും കാംശ്ചിൽ ചിലരെ മുക്തകേശാൻ തലരോമങ്ങളില്ലാത്തവരായിട്ടും അർദ്ധമുണ്ടിതാൻ പകുതി ക്ഷൗരം ചെയ്തവരായിട്ടും അനന്തർവാസസ കൗപീനമില്ലാത്തവരായിട്ടും അബഹിർവാസസ മേൽമുണ്ടില്ലാത്തവരായിട്ടും ചക്രേ ചെയ്തു. ചിലരെ തലമുണ്ടനം ചെയ്തു. ചിലരുടെ മുഖരോമങ്ങൾ മാത്രം നിർത്തി ശിരോരോമങ്ങള് മുറിച്ചു കളഞ്ഞു. ചിലരുടെ തലമുടിയൊക്കെ മുറിച്ചു. ചിലരെ അർത്ഥമുണ്ടിതന്മാരാക്കി പകുതി വെട്ടി തലമുടി. അങ്ങനെ ചിലരുടെ അന്തർഭാഗത്തുള്ള വസ്ത്രങ്ങളൊക്കെ അപഹരിച്ചു. മറ്റു ചിലരുടെ പുറത്തുള്ള വസ്ത്രങ്ങളെ അപഹരിച്ചു. അങ്ങനെ അവരെയൊക്കെ രൂപന്മാരാക്കി. സോ അശ്വമേധേ അയജത സർവവേദസുരാത്മകം ഔർവോപദിഷ്ടയോഗേന ഹരിം ആത്മാനം ഈശ്വരം. സ അദ്ദേഹം ഔർവോപദിഷ്ടയോഗേന ഔർവൻ ഉപദേശിച്ച വിധിപ്രകാരം സർവവേദസുരാത്മകം സർവവേദസ്വരൂപനും ദേവസ്വരൂപനും ആത്മാനം ആത്മസ്വരൂപനും ഈശ്വരം ഈശ്വരനുമായ ഹരിം ഹരിയെ അശ്വമേധേ അശ്വമേധങ്ങൾ കൊണ്ട് അയജത് യജിച്ചു. അങ്ങനെ ആ സഗര മഹാരാജാവ് തന്റെ ഗുരുവായ ഔർവന്റെ ഉപദേശാനുസരണം അനേകം അശ്വമേധങ്ങൾ കൊണ്ട് സർവവേദസ്വരൂപനും സർവദേവസ്വരൂപനും ആത്മാവും ഈശ്വരനുമായിരിക്കുന്ന ശ്രീഹരിയെ ആരാധിച്ചു. ധാരാളം അശ്വമേധയാഗങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിച്ചു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.